പറയേണ്ടത്. ശിർക്കെന്ന് പറയുന്നവരും ശിർക്കല്ലെന്ന് പറയുന്നവരും ഒന്നിച്ചൊരൈക്യവും ഒന്നിച്ചൊരു സ്നേഹവും വേണ്ട, അത് വേണ്ട. ആദർശത്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ആദർശത്തിനു വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് അകന്നവർ, മക്കളിൽ നിന്ന് അകന്നവർ, കുടുംബത്തിൽ നിന്ന് അകന്നവർ, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ അതെല്ലാം തന്നെ നേരിട്ടിട്ടുള്ള ആദർശത്തിന്റെ കൂട്ടായ്മയാണ് ഈ മഹാസമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ ഐക്യകണ്ഠേന ഒരു തീരുമാനം വന്നതിന് ശേഷവും ചിലയിടങ്ങളിൽ ചില തൽപര കക്ഷികൾ അത് ചില ആളുകളെ ചില തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് അറബികളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുകയും അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തി അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയെ കാണിച്ച് അവർക്ക് ഇതിന്മേലുള്ള അഭിപ്രായം എന്താണ് എന്ന് എഴുതി വാങ്ങിച്ച് അറിയിക്കണമെന്ന് സൗദി അറേബ്യയിൽ അവിടുത്തെ ഇസ്ലാമിക് മിനിസ്റ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജാമിയ നദവിയയിലെ പൂർവ്വ വിദ്യാർത്ഥിയും മദീന യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തുകയും ചെയ്ത അബ്ദുറഹ്മാൻ മദീനിയെ ഇവിടെ നിന്ന് വിളിച്ചറിയിച്ച് ഈ ഫത്വയുടെ കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹം ചെയ്തുകൊണ്ട് ലഭിച്ചിട്ടുള്ള മറുപടിയാണ് എന്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ ഇവിടെ വായിക്കാതെ പോയാൽ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കേരളത്തിലുള്ള ജമിയത്തുൽ ഉലമയിലെ ഏതാനും ഇവിടെ കുറച്ചു കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഇതെല്ലാം ഒരുത്തന്റെ പണിയാണ്, അല്ല മൂവർ സംഘമാണ്, അതല്ല അഞ്ചംഗ കൊള്ള സംഘമാണ്. ഇത് ഒന്നാണോ, ഇത് മൂന്നാണോ, ഇത് അഞ്ചാണോ, 5000 50,000 അതല്ല 5 ലക്ഷമാണോ എന്ന് അത്തരക്കാരായ ആളുകൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ കേട്ടോളൂ. ഫളീലത്തുൽ അമീനുൽ ആം ലിജമിയത്തുൽ ഉലമ ബി കേരള ഹഫിളഹുല്ലാ, കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അവർക്ക് സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാ ബഅദ്, സലാം പറഞ്ഞതിന് ശേഷം فاسأل الله أن يحقق لكم ما تهدفون إليه من نشر العلم والدعوة في كافة أنحاء البلاد ويزيدكم العون والتوفيق والسداد آمين. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അറിവും അതേപോലെ തന്നെ മതപ്രബോധനവും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചരിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൂടുതൽ സഹായവും തൗഫീഖും നിങ്ങൾക്ക് ഉണ്ടാകുമാറാവട്ടെ. ഇശാറത്തൻ ഇലാ കിതാബി ഫളീലതികും അൽ മുതളമ്മിൻ റഗ്ബതകും ഫീ തർജുമത്തി ഖറാരി ജമിയതികും അൽ മുബാറക ബിഖുസൂസിൽ ഖിലാഫ് ഫീ മൗളൂഇ ഹുക്ം അൽ ഇസ്തിആനതി ബിൽ ജിന്നി വൽ മലായിക തർജംതുഹു ഫിൽ മിൻ അൽ മലൈബാരിയ ഇല അൽ അറബിയ ثم عرضه على اللجنة الدائمة للإفتاء بالمملكة. നിങ്ങളുടെ കത്തിൽ ഈ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വിവർത്തനം ചെയ്യാനും ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കുന്നതിന്റെ വിധിയെ സംബന്ധിച്ച് ജമിയത്തുൽ ഉലമ കൈക്കൊണ്ട തീരുമാനം വിവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടും ആ തർജുമ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമക്ക് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഉഫീദുക്കും, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ബിഅന്നി ഖുംതു ബിതർജുമതിഹി ഇലൽ അറബിയ്യ, ഞാൻ ഈ ഫത്വ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. വഖാമ സമീലായ അല അബ്ദുർ റസാഖ് അസ്സലാഹി മുതർജിം ഫി ഫർഇൽ വിസാറത്ത് ബിർറിയാദ് വഅമീൻ ആമിൽ مركز الإصلاح الهندي بالرياض والأخ سليم شالياتي نائب رئيس السابق للمركز. ഞാനിത് പരിഭാഷപ്പെടുത്തിയത് എന്റെ 2 സഹോദരന്മാരായ റിയാദിലെ മിനിസ്റ്ററിയിലെ ട്രാൻസ്ലേറ്ററും റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഷെയ്ഖ് അബ്ദുർ റസാഖ് സലാഹിയും അതുപോലെ തന്നെ സെന്ററിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ ഷാലിയും സലീമും ബിഅർളിഹി അല ലജ്നത്തി ദായിമത്തി ലിൽ ഇഫ്താ, 2 പേരുകൂടി ഇത്
ലജ്നത്തുദ്ദായിമ അഥവാ അവിടുത്തെ ഫത്വ ബോർഡിലേക്ക് കൊണ്ടുപോയി അവിടെ സമർപ്പിച്ചു. ഫലമ്മാ സമിഅ സമാഹത്തുൽ മുഫ്തി الشيخ عبد العزيز بن عبد الله آل الشيخ حفظه الله الموضوع حولهما إلى فضيلة الشيخ الدكتور عبد الكريم عبد الله الخضير عضو هيئة كبار العلماء حفظه الله. മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാ അൽ ഷെയ്ഖ് ഈ വിഷയം കേട്ടപ്പോൾ അവരെ രണ്ടുപേരെയും പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽ കരീം അൽ ഖുദൈറിന്റെ അടുക്കലേക്ക് സൗദി അറേബ്യയിലെ ഹയ്യത്തു കിബാരിൽ ഉലമയിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ ഡോക്ടർ അബ്ദുൽ കരീം അബ്ദുല്ലാ ഖുദൈറിന്റെ അടുക്കലേക്ക് ഇരുവരെയും അയക്കുകയാണ് ചെയ്തത്. ഫഅഖദ ഫളീലതുഹു വബഅദ ഖിറാഅതിഹി അജാബ ബിഅന്ന ഹാദൽ ഖറാറ സഹീഹ് വമുഅ്തമദുൻ ജിദ്ദാ. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ കരീം ഖുദൈർ ഈ ഫത്വ വാങ്ങി വായിച്ചു നോക്കി. അദ്ദേഹം മറുപടി പറഞ്ഞു, ബിഅന്ന ഹാദൽ ഖറാറ സഹീഹ്, ഈ തീരുമാനം ശരിയാണ്. വമുഅ്തമദുൻ ജിദ്ദൻ, അങ്ങേയറ്റം അവലംബനീയവുമാണ്. ലിഅന്നഹു മുസ്തനദുൻ ഇലാ ഫത്വ സദറത് മിൻ കിബാരി മശായിഖിന, നമ്മുടെ സൗദി അറേബ്യയിലെ മഹാപണ്ഡിതന്മാർ പുറപ്പെടുവിച്ച ഫത്വയെ അവലംബിച്ചുകൊണ്ടുള്ള ഫത്വയാണിത്. ഫലഹാജത ഇലാ ഇആദത്തിൻ നളരി ഫീഹി, അതുകൊണ്ടൊരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം ഈ വിഷയത്തിലില്ല. ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം ഈ വിഷയത്തിലില്ല. ثم وجههما فضيلته الى الارشيف بالافتاء وزودكما عددا من الفتاوى الصادره بهذا الخصوص من لجنه الافتاء بالمملكه. അവരെ ഇരുവരെയും ഫത്വകൾ സൂക്ഷിച്ചു വെച്ച റെക്കോർഡ് റൂമിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചു. അവിടെ നിന്ന് ഈ വിഷയകമായി പുറപ്പെടുവിച്ചിട ഒരു കൂട്ടം ഫത്വകളുടെ കോപ്പി അവർക്ക് നൽകുകയും ചെയ്തു. بأنه قد سبق أن صدرت الفتاوى الكثيرة في هذا الموضوع فيكتفي بذلك. ഈ വിഷയത്തിൽ നേരത്തെ ധാരാളം ഫത്വകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ഫതാവ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മതിയാകുന്നതാണ്, വേറെ ഫത്വയുടെ ആവശ്യമില്ല. ഈ ഫത്വ പുനരാലോചിക്കേണ്ടതില്ല, ഒരു പുനർവിചിന്തനത്തിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മുർഫഖുൻ നുസ്ഖ മിൻഹ, അവർ തന്ന ആ ഫത്വകളുടെ കോപ്പി ഇതിന്റെ കൂടെ വെക്കുന്നു. كما يطيب لي إفادتكم بأني عرضت ترجمة هذا القرار على فضيلة الشيخ الدكتور علي بن عبد العزيز الشبل أستاذ العقيدة بجامعة الإمام محمد بن سعود الإسلامية بالرياض. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ ഈ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വയുടെ കോപ്പി ഡോക്ടർ അലി അബ്ദുൽ അസീസ് അഷ്ബിൽ എന്ന ഇമാം മുഹമ്മദ് യൂണിവേഴ്സിറ്റിയിലെ അഖീദയുടെ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറായ ആ ഡോക്ടർ അലി അഷ്ബിലിന് ഞാനിത് സമർപ്പിച്ചു. ഫബഅദ ഖിറാഅതിഹി, ആ ഫത്വ അദ്ദേഹം പൂർണ്ണമായി വായിച്ച ശേഷം റദ്ദ അലയ്യ, എനിക്ക് അദ്ദേഹം മറുപടി നൽകി. ബിഅന്നഹു അഅജബഹു മദ്മൂനു ഹാദൽ ഖറാർ വഅന്നഹു സഹീഹുൻ ജിദ്ദാ, ഈ തീരുമാനത്തിന്റെ ഈ ഫത്വയുടെ ഉള്ളടക്കം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് വളരെ ശരിയാണ് എന്നുകൂടി അദ്ദേഹം എനിക്ക് മറുപടി നൽകി. ഹാദാ, പ്രധാനമായ ഒരു കാര്യം പറയട്ടെ. വൈൻ റഗിബ ഫളീലതുകും ജംഅ മസീദ് ആറാഇൽ ഉലമാഇൽ ആഖരീൻ ഹൗലഹു ഫസൗഫ ഉവാഫികും ബിഹി ലാഹിഖ. നിങ്ങൾക്ക് ഇത് പോരാ, ഇനിയും പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വേണോ, ഞാനത് ശേഖരിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. വല്ലാഹു യഹ്ഫദുകും വയർആകും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കതബഹു അബ്ദുറഹ്മാൻ ബിൻ മുഹയ്യിദ്ദീൻ. ഇനി നിങ്ങൾ പറയൂ, കേരള ജമിയത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ നേതൃത്വം മതപരമായ ഒരു പ്രശ്നമുണ്ടായാലും
സംഘടനാപരമായ പ്രശ്നമുണ്ടായാലും അവധാനതയോടെ പക്വമായി വിലയിരുത്തി ചിന്തിച്ച് തീരുമാനമെടുത്ത ചരിത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും അവർ സ്വയം അപഹാസ്യരായി തീരുന്നത്. എനിക്ക് എന്റെ സ്നേഹിതൻ ഹുസൈൻ സലഫിയോട് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ ആലോചിക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട വേദികളിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി